ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. സമ്മർ സീസണിൽ ധാരാളം വെയിൽ കിട്ടുന്ന സമയമാണല്ലോ. സൂര്യൻ്റെ കൊടുംചൂട് നമ്മൾക്ക് ഉപയോഗപ്പെടുത്തി ഒരു വർഷത്തേക്കുള്ള പലതരം പപ്പടവും കൊണ്ടാട്ടങ്ങളും വറ്റലും തയ്യാറാക്കാം. ഇന്ന് നമ്മൾ വളരെ ഈസിയായി ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ കഴിയുന്ന റവ കൊണ്ടൊരു പപ്പടമാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ഈ പപ്പടം ഉണ്ടാക്കി വെച്ചാൽ ചോറിനും കഞ്ഞിക്കും സൈഡ് ഡിഷായും 4 മണി പലഹാരമായും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പപ്പടം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടത് 1/2 കപ്പ് റവയും 1/2 കപ്പ് ചുവരിയുമാണ്. 1/2 കപ്പ് റവ കൊണ്ട് 100 പപ്പടം ഉണ്ടാക്കാം. ഇതിന് മിക്സി ജാറിൽ 1/2 കപ്പ്, അതായത് 125 ഗ്രാം ചുവരിയും അതേ കപ്പിൽ സെയിം അളവിൽ 1/2 കപ്പ് റവയും ചേർത്ത് എത്ര നൈസായി പൊടിക്കാൻ കഴിയുമോ അത്രയും നൈസായി പൊടിക്കുക. നമ്മൾ പൊടിക്കുവാനുള്ള സൗകര്യത്തിനാണ് ചെറിയ ജാർ എടുത്തത്. ഇനി ഇത് വലിയ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് ആദ്യം കലക്കുക. ഒന്ന് കലക്കിയതിന് ശേഷം വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇനി ഇത് നന്നായി അരച്ചെടുക്കുക. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. 1/2 കപ്പ് വെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ച് അലസി അതുകൂടി നമ്മൾക്ക് അരച്ച മാവിലേക്ക് ചേർക്കാം. ഇനി അടുത്തതായി ഗ്യാസ് കത്തിച്ച് അടി കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. ഇനി ഇതിലേക്ക് 6.5 കപ്പ് വെള്ളം ഒഴിക്കുക. മൊത്തം 9 കപ്പ് വെള്ളമാണ് വേണ്ടത്. 2.5 കപ്പ് നമ്മൾ അരയ്ക്കാൻ യൂസ് ചെയ്തിരുന്നു. ബാക്കി വെള്ളം, അതായത് 6.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം പെട്ടെന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് അടച്ചു വയ്ക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി ഗ്യാസ് സിമ്മിലാക്കി അരച്ച മാവ് ഒരു കൈ കൊണ്ട് മെല്ലെ ഒഴിക്കുക, മറ്റേ കൈ കൊണ്ട് തുടരെ കട്ടയില്ലാതെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് 15 മിനിറ്റ് സമയമെടുക്കും നല്ലപോലെ വെന്തു വരുവാൻ. ഗ്യാസ് സിമ്മിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടാനും അടിപ്പിടിക്കാനും വളരെയധികം ചാൻസ് കൂടുതലാണ്. കൂടാതെ മാവ് തുടരെ ഇളക്കി കൊടുക്കുകയും വേണം. മാവ് വെന്ത് കുറച്ച് കട്ടിയാകും. സെമി ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ് നമ്മൾക്ക് ഈ പപ്പടത്തിന് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽമുളക് 4 എണ്ണം എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ ചില്ലി ഫ്ലേക്സ് റെഡി. അല്ലെങ്കിൽ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുവാനും കിട്ടും. അടുത്തതായി 1 സ്പൂൺ എള്ള് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം ചേർക്കാം. ഇനി 2 സ്പൂൺ മല്ലിയില വളരെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വയ്ക്കാം. മാവിൻ്റെ പാകം ഇങ്ങനെയാണ് വേണ്ടത്. ഇനി ഇത് ഒന്ന് ആറിയ ശേഷം പ്ലാസ്റ്റിക് ഷീറ്റിലോ കോട്ടൺ തുണിയിലോ 1 തവി വീതം ഒഴിച്ചു കൊടുക്കാം. ഇത് പരത്തേണ്ട, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നിങ്ങൾക്ക് ഒരേ വലിപ്പത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വള ഇങ്ങനെ വയ്ക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിക്കുക. ഇത് വെയിലുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ നല്ലപോലെ ഉണങ്ങിക്കിട്ടും. വൈകുന്നേരം എടുത്ത് ഡൈനിങ് ടേബിളിൽ ഷീറ്റ് കൊണ്ടുവയ്ക്കുക. ഇനി ഇത് ഫാൻ കാറ്റിൽ ഉണക്കണം. രാത്രി മുഴുവൻ ഫാൻ ഇട്ട് കൊടുക്കുക. രാവിലെ വീണ്ടും വെയിലത്ത് വെക്കണം. പ്ലാസ്റ്റിക് ഷീറ്റിലായത് കാരണം വൈകുന്നേരം തന്നെ പപ്പടം ഷീറ്റിൽ നിന്ന് എടുക്കുവാൻ കഴിയും. തുണിയിലാണ് നിങ്ങൾ പപ്പടം ഉണ്ടാക്കുന്നതെങ്കിൽ പപ്പടം പെട്ടെന്ന് തുണിയിൽ നിന്ന് വരുവാൻ പപ്പടം പരത്തിയ ഭാഗമല്ല, തുണിയുടെ മറുപുറത്ത് കുറച്ച് വെള്ളം തെളിച്ചതിന് ശേഷം പപ്പടം എടുത്താൽ ഈസിയായി എടുക്കാൻ കിട്ടും. വെള്ളം കുറേ കോരി ഒഴിക്കരുത്. വെള്ളം നനയാനേ പാടുള്ളൂ. വെള്ളം ജസ്റ്റ് തെളിച്ചാൽ മതി. ഇനി പിറ്റേ ദിവസവും ഈ പപ്പടം വെയിലത്ത് വയ്ക്കുക. ഉണങ്ങിക്കഴിയുമ്പോൾ പപ്പടം കണ്ണാടി പോലെയാകും. 1 കൊല്ലത്തോളം സൂക്ഷിച്ചു വെക്കേണ്ടതുകൊണ്ട് 1 ദിവസം കൂടി വെയിലിൽ നല്ലപോലെ ഉണക്കണം. 2 ദിവസം കൊണ്ട് നമ്മുടെ പപ്പടം നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് വറുത്തെടുക്കാം. അതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. പപ്പടം എണ്ണയിലേക്ക് ഇടുമ്പോൾ സൈസ് വർദ്ധിക്കും. അതുകൊണ്ട് കുറച്ച് എണ്ണ കൂടുതൽ വയ്ക്കണം. പപ്പടം മുങ്ങിക്കിടക്കത്തക്കവണ്ണം എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പോൾ ഓരോ പപ്പടവും ഇട്ട് വറുത്തു പോരാം. നല്ല ക്രിസ്പി റവ പപ്പടം തയ്യാർ. റവയും ചുവരിയും കൂടി 1 കപ്പാണ് നമ്മൾ എടുത്തത്. ഈ അളവിൽ 100 പപ്പടം ഏകദേശം കിട്ടും. മായമൊന്നും ചേർക്കാത്ത സൂപ്പർ റവ പപ്പടം എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ.
കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.